നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ ഉള്ളത് 0 പോയിന്റിലാണ് കേട്ടോ. നമ്മൾ ലോങ് വേയിലെ 0 പോയിന്റിലുള്ളത്. ഈ റോഡ് നേരെ പോകുന്ന അരുണാചലിലേക്ക് കേട്ടോ. നമുക്ക് 16 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അരുണാചലെത്തും. പിന്നെ നമുക്ക് ILP കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട്. നമ്മൾ ഉണ്ടാക്കാത്തതുകൊണ്ട് എന്തായാലും പോകുന്നില്ല. നമ്മൾ നേരെ 0 പോയിന്റിലേക്ക് പോകുന്നത് കേട്ടോ. നേരെ ഇവിടുന്ന് 2 മിനിറ്റ് മുമ്പ് തന്നെയാണ് 0 പോയിന്റ്. അതാണ് മ്യാൻമാർ ബോർഡർ കേട്ടോ. അതാണ് ഇന്ത്യൻ്റെ ലാസ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ മ്യാൻമാർ അകത്തോട്ടൊക്കെ കടന്നിട്ട് നമുക്ക് തിരിച്ച് കയറാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടെ യാതൊരു ഫൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വളരെ സമാധാനപൂർവമായ ഒരു ബോർഡറാണിത്. എന്തായാലും നമുക്ക് ബോർഡറിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ട്രിപ്പിലെ 3ാമത്തെ മ്യാൻമാർ ബോർഡറാണ് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മളെ വണ്ടിയും കൊണ്ട്. ഈ ഒരു ബോർഡിൻ്റെ അപ്പുറത്ത് മ്യാൻമാറാട്ടോ. ആ ബാക്കിൽ കാണുന്ന മലനിരകളെല്ലാം മ്യാൻമാറാണ്. എന്തായാലും ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം എന്തായാലും ഇവിടം വരെയൊക്കെ എത്താൻ പറ്റിയല്ലോ. അടിപൊളി, ഒന്നും പറയാനില്ല. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് കാണുന്ന എല്ലാ മലയും മ്യാൻമാറാണ്. ഇവിടെ നമുക്കൊരു ബോർഡൊക്കെ കാണാൻ പറ്റും. ഇന്ത്യ മ്യാൻമാർ ബോർഡർ ലോങ് 0. ഇതാണ് 0 പോയിന്റ് കേട്ടോ. ഈ റോഡിൻ്റെ എൻഡാണ് ഇവിടെ. ഇവിടുന്ന് നമുക്ക് ജസ്റ്റ് ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ എടുക്കാനുള്ളൊരു പ്ലേസ് ആയിട്ട് ഉള്ള സ്ഥലമാണ്. ഇവിടെ വേണമെങ്കിൽ ക്യാമ്പ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ക്യാമ്പ് ചെയ്യാൻ ഇപ്പോൾ നമ്മളെന്തായാലും ഇന്ന് സ്റ്റേ അടിക്കുന്നില്ല. റിട്ടേൺ പോവാണ് കേട്ടോ. വണ്ടി ആടെയുണ്ട്. പിന്നെ അവിടെ ഒരു ചെങ്ങായി ഉണ്ട് കേട്ടോ. ചെങ്ങായി ഇവിടെ ഉള്ളതാണ്. അപ്പോൾ വെറുതെ സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. കൈയൊക്കെ നോക്കിയാട്ടെ, ഒരു രക്ഷയില്ലാത്ത സംഭവം ക്ലൗഡല്ലോ. അപ്പോൾ നമുക്കിവിടെ ഒരു പാലസും കൂടെ കാണാനുണ്ട്. അതും കൂടെ കണ്ടിട്ട് നമുക്ക് റിട്ടേൺ പിടിക്കാട്ടോ. മലകൾ ഒരു രക്ഷയില്ലാത്ത മലകളാണ്. യോ മോനെ, അങ്ങനെ നമ്മളിതാ ഇവിടെയും കൂടെ കീഴടക്കിയിട്ടുണ്ട് കേട്ടോ. ലോങ് വാ എന്ന് പറഞ്ഞാൽ അടുത്ത നമ്മളൊരു ബോർഡറും കൂടെ എത്തിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. എന്തായാലും മ്യാൻമാർ ബോർഡർ 3ാമത്തെ ബോർഡറും കൂടെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോകണം. നമുക്ക് മാൻ വില്ലേജിലേക്ക് തിരിച്ചു പോകണം. തിരിച്ച് പോയിട്ട് നമുക്ക് അടുത്ത ആസാം കയറിയിട്ട് അവിടെ നിന്ന് കസരംഗ കാര്യങ്ങൾ കണ്ടിട്ട് നേരെ നമ്മൾ അടുത്ത സ്റ്റേറ്റ്, അതായത് നമ്മൾ അവസാനത്തെ സ്റ്റേറ്റായ നമ്മുടെ അരുണാചൽ പ്രദേശിലേക്ക് കിടക്കാൻ വേണ്ടി പോകട്ടോ. അപ്പോൾ എന്തായാലും ഇവിടുന്ന് വിടുവാണ്. ഇത് ഇവിടുത്തെ ഒരു ചീഫ് കിങ്ങിൻ്റെ വീടാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഒരുപാട് ഇതേപോലെ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അതുപോലെ തന്നെ അകത്ത് കുറേ സ്കള്ള് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇതിന് മുന്നലത്തെ വീഡിയോയിൽ കണ്ട പോലെ തന്നെ അങ്ങനെ ഒരു വീടാണ്. ഇവിടെ കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാണാം. ചീഫിൻ്റെ അവരെ ഫോട്ടോസ് കേട്ടോ. പിന്നെന്താണ്, ഒരു നീളത്തിലൊരു വീടാണ്. കിച്ചൺ ഏറ്റവും ലാസ്റ്റ്. ഇവിടുത്തെ വീടുകളൊക്കെ ഇങ്ങനെയാണ്. വലിയൊരു ഹാള് പോലെയും ഒരു കിച്ചണും ഉണ്ടാകും കേട്ടോ. ഇതൊക്കെ അന്നത്തെ കാലത്ത് ഹണ്ട് ചെയ്ത മറ്റേ കാട്ടുപോത്തിൻ്റെ ഒക്കെ തലയാണ്. ഒരുപാട് കാണാൻ പറ്റും കേട്ടോ. വെള്ള, കറുപ്പ്, പിന്നെ ഒരുപാട് മാന്. ഇതൊക്കെ അന്നത്തെ കാലത്ത് അവർ ഉപയോഗിച്ചിട്ടുണ്ടായ ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കത്തികൾ, കുറേ കത്തികൾ കാണാൻ പറ്റും. അതുപോലെ മാല, ഇതൊക്കെ കുറേ മാലകളാണ്. ഇതൊക്കെ തലയിലിടുന്നതും അതുപോലെ കഴുത്തിലിടുന്നതും എന്തൊക്കെയുണ്ട് കേട്ടോ. ഇത് കിച്ചണ് കണ്ടെന്താ സാധനം എന്താ എനിക്ക് മനസ്സിലായില്ല. ഇതാണ് അവരുടെ കിച്ചൺ സെറ്റപ്പ് കേട്ടോ. അടുപ്പുണ്ടാവും. അതിൻ്റെ മുകളിൽ മറ്റേ നമ്മൾ പുകയത്ത് ഇടുന്ന പോലെ കുടംപുളിയെല്ലാം ഉണക്കാനിടുന്ന പോലെ ഇവർ ഉണക്കാനിട്ടത് മറ്റേ വേഴാമ്പലിൻ്റെ കൊക്കും കുറേ മറ്റേ ആനിമൽസിൻ്റെ തൊലിയൊക്കെ കേട്ടോ. അടുത്ത കിങ്ങിൻ്റെ വീട് കേട്ടോ. ഇത് നമ്മളെ കിങ്ങിൻ്റെ വീടെല്ലാം വെച്ച് നോക്കുമ്പോൾ ചെറുതാണ്, പക്ഷേ നൈസ്, അടിപൊളി. ഒരുപാട് തലകളും സംഭവങ്ങളെല്ലാം ഉണ്ട്. ഇതിൽ എന്തിൻ്റെ എല്ലാം കെട്ടി തൂക്കിയത് ആർക്കറിയാം. എന്തായാലും ഇതൊക്കെ ഒന്ന് വന്ന് കാണണം കേട്ടോ. നൈസാണ്, വീടൊക്കെ അടിപൊളി സെറ്റപ്പാണ്. പിന്നെ നല്ല ഭംഗിയാണ്. നമ്മളെ നാടുമായിട്ട് കുറേ മാറ്റമുണ്ട് ഇവരെ കൾച്ചർ എന്ന് പറയുന്നത്. അതുപോലെ ഇതെല്ലാം കണ്ട കയറി വരുന്ന നമ്മളെല്ലാം തേക്കിനെ കൊണ്ടെല്ലാം മറ്റേ സംഭവമാക്കുന്നില്ലേ, അതിനെക്കാട്ടിയെല്ലാം എത്ര അടിപൊളിയാണ് ഇവരെ കൊത്തുപണികൾ. ഭയങ്കര രസമാണ്. ഇതൊക്കെ മ്യാൻമാറാണ് ഈ കാണുന്നത്.
ഇതാണ് കേട്ടോ ഒരു വീട് എന്ന് പറയുന്നത്, രാജാവിൻ്റെ പഴയ വീട്. ഇവിടുത്തെ എല്ലാം സെറ്റപ്പ് നൈസാണ് കേട്ടോ. നമുക്ക് എൻട്രി ഫീനെല്ലാം പറഞ്ഞാൽ ഒരു ഫിക്സഡ് പൈസ ഒന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള പൈസ ഇടാം. അങ്ങനെയാണ് പരിപാടി. ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എല്ലായിടത്തും സ്കാനർ വെച്ചിട്ടുണ്ട്, ആവശ്യമില്ല ഇടാം, അത്രേ ഉള്ളൂ. നല്ല അടിപൊളി പരിപാടി കേട്ടോ. നമ്മളെ പിഴിയുന്ന പരിപാടിയൊന്നുമില്ല. നമ്മളെ നാട്ടിലെല്ലാം എന്താണ് പറയുന്ന പൈസ. അപ്പോൾ എന്തായാലും നമ്മുടെ രാജാവിൻ്റെ കൊട്ടാരെല്ലാം കണ്ട്, കൊട്ടാരം എന്നൊന്നും പറയാനില്ല കേട്ടോ, നമ്മുടെ നാട്ടിലെ സാധാരണക്കാരൻ്റെ വീടിൻ്റെ അത്രേ ഉള്ളൂ. വന്നാലും സംഭവം കൊള്ളാം. അപ്പോൾ ഇവിടുന്ന് ഇനി ഒരു വാച്ച് ടവറും കൂടി ഉണ്ട്, അതും കൂടെ കണ്ടിട്ട് നമുക്ക് ഇവിടുന്ന് വിടാം. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഗ്രാമം എന്ന് പറയുന്നത്. ചെറിയൊരു ഗ്രാമമാണ്. ഇവിടുന്ന് ലെഫ്റ്റിലേക്കുള്ള റോഡ് പോയി കഴിഞ്ഞാൽ ആ കാണുന്ന മലയൊക്കെ മ്യാൻമറാണ്. അപ്പോൾ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ മ്യാൻമറാണ്, റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി പാട്ട് ഞാൻ വന്ന വഴി കേട്ടോ. അപ്പോൾ ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പോലീസോ ചെക്ക് പോസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമുക്ക് ആർക്ക് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം, അങ്ങനെ ഒരു ഫ്രണ്ട്ലി സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. വളരെ അടിപൊളിയായിട്ടുള്ളൊരു ഗ്രാമമാണ്. വാച്ച് ടവർ കാണാൻ വേണ്ടി ജസ്റ്റ് വണ്ടി എടുത്ത് ഇറക്കിയതാണ്. പക്ഷെ അങ്ങോട്ടുള്ള റോഡ് ഭയങ്കര മോശമാട്ടോ. പിന്നെ സന്ധ്യയായി തുടങ്ങി, വെയിലായി തുടങ്ങി, സൺസെറ്റായി. ഞാനവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് നല്ല ലേറ്റ് ആവും. അതുകൊണ്ട് ഞാനിതാ റിട്ടേൺ പോവുകയാണ്. ആൾക്കാരെ ബയ്യെല്ലാം പറയുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തായാലും നമുക്ക് തിരിച്ചു വിടാം. അപ്പൊ നമ്മൾ തിരിച്ച് നേരെ മോൻ വില്ലേജിൽ പോയിട്ട്, മോൻ വില്ലേജിൽ കയറണ്ട, മോൻ ടൗണ് അവിടെ പോയിട്ട് അവിടുന്ന് നാളെ രാവിലെ ആസാമിൽ കയറും കേട്ടോ. അതൊക്കെയാണ് പരിപാടീസ്. നോക്കാം. അപ്പൊ ഇന്നത്തെ ഭക്ഷണം ആ ചോറിൽ നമ്മളെ ഒപ്പിച്ചു. ലോങ് വേലെ ഇന്നത്തെ ദിവസം ഇതാ ഇവിടെ അവസാനിക്കാണ്. നമ്മൾ നേരെ തിരിച്ച് മോൻ വില്ലേജിലേക്കുള്ള യാത്രയിലാട്ടോ. എന്തായാലും ഒരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. എൻ്റെ കുറേ കാലത്തെ സ്വപ്നം ഹെഡ് ഹണ്ടറിനെല്ലാം കാണാന്നുള്ളത് കേട്ടോ. കാണാനില്ല ഒരു ആഗ്രഹത്തിൽ നിന്നും അയാളെ വണ്ടി കയറ്റി റൗണ്ട് അടിക്കാൻ കൂടി എനിക്കൊരു അവസരം കിട്ടി. അയാൾ ഏതെല്ലോ ഭാഷയിൽ എന്നെ ആടെയാക്കണം ഈടെയാക്കണം എന്നെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു കയറിക്കോന്നും പറഞ്ഞു. സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി അപ്പം തന്നെ അയാളെ എടുത്ത് വണ്ടിയിലിട്ടോ. അതുകൊണ്ട് സെറ്റായി, അടിപൊളിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആള് പിന്നെ ഫോട്ടോയും വീഡിയോ എല്ലാം എടുക്കാൻ സമ്മതിച്ചു, ഒന്നും പറഞ്ഞൊന്നുമില്ല. ആദ്യം എന്നോട് പൈസ വേണം തന്നെ പറഞ്ഞത്. ഞാൻ പിന്നെ ഡ്രോപ്പ് ചെയ്ത് നൈസായിട്ട് ഒരു 100 രൂപ ലാശം എടുത്ത് കൊടുത്തു കേട്ടോ. അവർക്ക് വേറെ വരുമാനമൊന്നും ഉണ്ടാവില്ല, പോട്ട് കുഴപ്പമില്ല. നല്ല തണുപ്പുണ്ട്, നല്ല സൺസെറ്റിൻ്റെ സമയമായി വരുന്നുണ്ട് കേട്ടോ. ബട്ട് ഞാനിവിടെ നിൽക്കുന്നില്ല, നെറ്റ്വർക്ക് ഇല്ല, എനിക്ക് തിരിച്ച് പോയാൽ പറ്റും. ഒടുക്കത്തെ തണുപ്പാ. അപ്പോൾ പയ്യെ മോൻ വില്ലേജിൽ നിന്ന് നേരെ നാളെ രാവിലെ നമ്മൾ ആസാം കിടക്കും. ഓക്കെ, ആസാമിലേക്ക് നാളെ മെല്ലെ കിടക്കത്തുള്ളൂ. കാരണം നോക്കിയിട്ട് കിടക്കാം. എന്തായാലും അടുത്ത അരുണാചൽ നമ്മൾ കയറുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ഇനി ഒരു അടിപൊളി വീഡിയോയിലായിട്ട് വരാട്ടോ. അരുണാചലിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. എൻ്റെ ഏറ്റവും ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന ഒരു സ്ഥലമാണ്. ഏറ്റവും ലാസ്റ്റ് പോകാമെന്ന് വെച്ചിരുന്നത് അതുകൊണ്ടാണ്. അടിച്ച് പൊളിച്ച് തീർത്തിട്ട് വേണം നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു കേട്ടോ. ബൈ.